ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഏറ്റവും പ്രധാനപ്പെട്ടൊരു വീഡിയോ ഉണ്ട്. കാരണം അത്രയ്ക്കും മനസ്സ് ഡള്ളായി വരുന്ന ഒരു സമയത്താണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. വേറൊന്നുമല്ല, നിങ്ങൾ ക്യാപ്ഷൻ കണ്ടതുപോലെ തന്നെ ഒരാളുടെ കഷ്ടപ്പാട് കണ്ടിട്ടാണോ നിങ്ങൾ അസൂയപ്പെടുന്നത് എന്ന് തന്നെയാണ് ഞാൻ ചോദിക്കാൻ പോകുന്നത്. കാരണം ഒരാൾക്ക് എന്തെങ്കിലും ഒരു നന്മകളുണ്ടെങ്കിൽ, അതായത് ഒരു ഉയർച്ചയുണ്ടെങ്കിൽ ആ ആൾ അത്രയ്ക്കും കഷ്ടപ്പെട്ടിട്ടായിരിക്കും അല്ലേ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പം ഞാനിത് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഒരാളുടെ കഷ്ടപ്പാടിൽ നിന്നാണ് ആ ആൾ വളരുന്നത്. അപ്പോൾ അത് കണ്ടിട്ട് മറ്റുള്ളവർക്ക് അസൂയ തോന്നുന്നുണ്ടെങ്കിൽ അത് അവരുടെ ഒരു രോഗമാണ്. ഇതുപോലെ കഷ്ടപ്പെടാൻ അവരും തയ്യാറാണെങ്കിൽ അവർക്കും ഇതുപോലെ ഉയർച്ചകളിലൊക്കെ എത്താനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ ഒരുപാട് ഉയർച്ചകളിൽ എത്തി എന്നല്ല അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ചിലർക്കൊക്കെ യൂട്യൂബ് ചാനലുണ്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സംഭവമാണ്. അതെന്നിൽ അനുഭവിക്കുന്നത് കൊണ്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ ആർക്കെങ്കിലും ഒരു അനുഭവം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇതുപോലെ ആരുടെങ്കിലും കണ്ടിട്ട് ആർക്കെങ്കിലും ഒരു ബാഡായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ, കാരണം ഒരാൾ ഒരു നന്മയിലേക്ക് വരുന്നുണ്ടെങ്കിൽ, അതായത് ഒരാൾ ഒരു കാര്യം ചെയ്യുമ്പം അവർക്ക് എന്തെങ്കിലും ഉയർച്ച വരുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത് വരുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ, അത് അവരുടെ കഷ്ടപ്പാടും അവരുടെ ആഗ്രഹങ്ങളുമാണ്, അല്ലാതെ വേറൊന്നുമല്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരുപാട് പേർക്ക് ഇപ്പം ഞാനൊരു യൂട്യൂബറാണ്, തുടങ്ങിയിട്ട് ഒരുപാട് കാലങ്ങളായി. ഈ ചാനലല്ല കേട്ടോ, ഇതിൻ്റെ തൊട്ട് മുമ്പത്തെ വീഡിയോസൊക്കെ കണ്ടാൽ ഞാൻ എന്താണെന്ന് മനസ്സിലാവും. പക്ഷേ ഈ ചാനൽ തുടങ്ങുമ്പോഴൊക്കെ അതിന് ശേഷം എനിക്ക് റീയൂസ്ഡ് വന്നു, അങ്ങനെ ഒരുപാട് പ്രോബ്ലംസും നേരിട്ടിട്ടുണ്ട്. എന്നിട്ടും ഞാൻ വിട്ടുകൊടുക്കാതെ ഞാൻ പിടിച്ചു നിന്നിട്ടുണ്ടെങ്കിൽ അതെൻ്റെ ആവശ്യമാണ്, എൻ്റെ ആഗ്രഹമാണ്. എനിക്ക് തോന്നുന്ന ആവശ്യം ഉണ്ടായിട്ടാണ് ഞാനിതിൽ പിടിച്ചു നിൽക്കുന്നത്. അല്ലാതെ ഇത്രയും റിസ്ക് എടുത്തിട്ട് ഉറക്കൊഴിച്ചിട്ടും നമ്മുടെ റെസ്റ്റ് ടൈം പോക്കിയിട്ടും ഒക്കെ നമ്മളിതിൽ പിടിച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ നമുക്കതിൽ നിന്ന് എന്തെങ്കിലും ഒരു കാര്യം കിട്ടാൻ വേണ്ടിയിട്ടാണ് അല്ലേ. അപ്പോൾ അതിൽ നിന്ന് കിട്ടിയിട്ടുണ്ടെങ്കിലും അതിലാരും അസൂയപ്പെട്ടിട്ടോ അല്ലെങ്കിൽ നമ്മുടെ പരിഹസിച്ചിട്ടൊന്നും ഒരു കാര്യവുമില്ല. അത് അവരുടെ അസുഖമാണത്. അങ്ങനെ ഒരുപാട് ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ അനുഭവം ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് ഷെയർ ചെയ്യാം കേട്ടോ, കമൻ്റായിട്ട് അറിയിക്കാം. അപ്പം നമ്മുടെ കഷ്ടപ്പാടെന്ന് വെച്ചാൽ ഒരു യൂട്യൂബ് ചാനൽ ഒരു വഴിക്ക് എത്തിക്കണം എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരുപാട് പൈസ വാങ്ങുന്ന ആളുകളുണ്ടല്ലോ, ലക്ഷക്കണക്കിന് പൈസകൾ വാങ്ങുന്ന ആളുകളുണ്ടാകും. പക്ഷെ അവരൊക്കെ എത്രയോ എഫേർട്ട് എടുത്തിട്ടുണ്ടാകും അല്ലേ, ആ ഒരു ചാനൽ ആ ഒരു നിലക്ക് കൊണ്ട് വരാൻ അത്രയ്ക്കും എഫേർട്ട് എടുത്തിട്ടുണ്ടാകും. ഇതിലേറെ ആളുകളുടെ പരിഹാസം കേട്ടിട്ടുണ്ടാകും. ഒക്കെ ശരിയാണ്. പക്ഷേ അത് നമ്മൾ ചിന്തിക്കാൻ കഴിവില്ലാത്തവരാണ് നമ്മൾ ഇട്ടിട്ടിങ്ങനെ കുത്തുന്നത്. അപ്പോൾ അത് ഒരിക്കലും ചെയ്യരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം നമ്മൾ എന്തെങ്കിലും ഒന്ന് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമുക്ക് അത്രക്കും അത്യാവശ്യമായിട്ടാണ്. അതല്ല നമ്മുടെ കയ്യിൽ ഒരുപാട് പണങ്ങളോ അല്ലെങ്കിൽ നമുക്ക് എല്ലാ സൗകര്യങ്ങളും ഉണ്ടെങ്കിൽ നമ്മളൊന്നും ഇത്ര റിസ്ക് എടുത്ത് ചെയ്യില്ല. ഒരു ടൈം പാസ്സായിട്ട് വേണമെങ്കിൽ ചെയ്യുമായിരിക്കും അല്ലേ. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ടൈം പാസ്സും അല്ല. എനിക്ക് എന്നാണോ എൻ്റെ കാര്യങ്ങൾ ചെയ്യാൻ എനിക്ക് പറ്റുന്നു അന്ന് എനിക്ക് ഇതിലൊന്നും ഒരുപാട് സമയം ആക്റ്റീവ് ആകാൻ എനിക്ക് താല്പര്യമില്ല. കാരണം അത്രയ്ക്കും നമുക്ക് പറയാലോ നമ്മളെ അത് മറ്റുള്ളവരുടെ ഇടയിൽ നമ്മൾ പറയണ്ട എന്ന് വിചാരിച്ചിട്ട് നമുക്ക് കഴിയുന്നത് നമ്മൾ ചെയ്യുന്നു. അത് വേറെ ജോലിയായാലും നമ്മൾ ചെയ്യില്ലേ, വേറെ ജോലിയായാലും നമ്മൾ ചെയ്യും. അപ്പോൾ അതുപോലെ തന്നെ ഇത്. എന്നിട്ട് നമ്മൾ ചിലപ്പോൾ എന്തെങ്കിലും ചെയ്തിട്ട് നമ്മളൊരു വീഡിയോസ് കാണുകയും ചെയ്ത് എന്തൊരു എന്താണെന്നറിയോ. അപ്പോൾ നീ പൈസ ഉണ്ടാക്കുകയാണ്, നീ അങ്ങനെ ആക്കുകയാണ്, ഇങ്ങനെ ആക്കുകയാണ്, ഇതിൽ നിന്ന് 5 പൈസ കിട്ടിയിട്ടില്ല. കിട്ടുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ചാനലിൽ നിന്ന് കിട്ടിയിട്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല, ഇതല്ല കേട്ടോ. ഫസ്റ്റ് ടൈം കാണുന്നവരാണെങ്കിൽ ഈ ഒരു ചാനലിനെ കുറിച്ചിട്ടല്ല ഞാൻ പറയുന്നത്. എനിക്ക് ഓൾറെഡി ചാനൽ വേറെ ഉണ്ട്, അപ്പോൾ അതിൻ്റെ കാര്യമാണ്. അപ്പോൾ അതിലാണ് റിവ്യൂസിൽ വന്നതും അതിന് ശേഷമാണ് ഞാൻ ഈ ഒരു ചാനലിൽ ആക്റ്റീവ് ആകാൻ തുടങ്ങിയതൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് അതിനെക്കുറിച്ചൊക്കെ അറിയണമെങ്കിൽ ഇതിൻ്റെ മുമ്പത്തെ വീഡിയോസൊക്കെ കണ്ടാൽ മനസ്സിലായി. പറയുന്നത് ഇതാണ്. അപ്പോൾ ആരായാലും ഒരു കാര്യത്തിനും ഒരു മനുഷ്യൻ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ നന്മ, അതിൽ ഒരു അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. അപ്പോൾ ഇതിൻ്റെ ക്യാപ്ഷൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, ഒരാളുടെ കഷ്ടപ്പാട് കണ്ടിട്ടാണോ നിങ്ങൾ അസൂയപ്പെടുന്നത് എന്നാണ് ഞാൻ ചോദിച്ചിരിക്കുന്നത്. കാരണം അവർ കഷ്ടപ്പെട്ടിട്ടാണ് ഈ ഉയർച്ചയിലേക്ക് എത്തി വരുന്നത് അല്ലേ, അല്ലെങ്കിൽ എത്താൻ ശ്രമിക്കുന്നത്. അപ്പോൾ അത് കണ്ടിട്ട് മറ്റുള്ളവർ അസൂയപ്പെട്ടിട്ട് എന്താ കാര്യം? അവർക്ക് കഴിയുമെങ്കിൽ അവർ ചെയ്തോട്ടെ, ആരും പിടിച്ചു വെക്കുന്നില്ലല്ലോ, അവർക്ക് ചെയ്യാമല്ലോ. അല്ലെങ്കിൽ അവരുടെ വീട്ടിലിരിക്കുന്ന ആളുകൾക്ക് ചെയ്യാം, എന്തും ചെയ്യാം
അവരുടെ മക്കൾക്ക് ചെയ്യാം, അവരുടെ വൈഫിന് ചെയ്യാം, അല്ലെങ്കിൽ അവർക്ക് ചെയ്യാം, ആർക്കും ചെയ്യാം. പക്ഷെ അത് കണ്ടിട്ടിങ്ങനെ നമ്മളങ്ങനെ ഒരുപാട് കുത്തുമ്പോൾ നമുക്ക് എന്തൊരു സങ്കടമാണെന്നറിയ വരിക. അപ്പോൾ പിന്നീട് നമുക്കതും നമ്മുടെ അടുത്ത ആളുകളൊക്കെ ആകുമ്പം ഭയങ്കരമാണ്. അപ്പം അങ്ങനെയുള്ളവരൊന്നും ഒരു കണക്കിന് ആ ആളുകളോട് അത്രയ്ക്കും ദേഷ്യമാണെങ്കിൽ കാണാണ്ടിരിക്കുക, അല്ലെങ്കിൽ അവർക്കതുപോലെ ചെയ്യണമെങ്കിൽ ഇതുപോലെ കഷ്ടപ്പെടാനായിട്ട് തയ്യാറാകുക. ഇത് രണ്ടും അല്ലെങ്കിൽ പിന്നെ അവരോടൊന്നും പറയാതിരിക്കുന്നത് നല്ലത്. കഷ്ടപ്പെടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഒരുപാട് കഷ്ടപ്പാട്. നമ്മൾ വേറൊരു ജോലിക്ക് പോകുന്നതിനേക്കാൾ കഷ്ടപ്പാടാണ്. എന്നിട്ട് നമുക്ക് എന്തെങ്കിലും കിട്ടുമോ? ഇല്ല. അതിന് കുറേ ക്രൈറ്റീരിയകൾ കഴിയണം. എന്നിട്ട് നമുക്കതിൽ വല്ല പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ അതോടെ സ്റ്റോപ്പായി അല്ലേ. അപ്പോൾ അതിൽ നിന്നൊക്കെ തരണം ചെയ്യാനും നമ്മൾ അതിൽ നിന്നൊക്കെ ക്ഷമിച്ച് നിൽക്കാനും തയ്യാറായാൽ മാത്രമേ നമുക്ക് ഇതിൽ നിന്ന് എന്തെങ്കിലും കിട്ടുള്ളൂ. അങ്ങനെയൊക്കെ ചെയ്ത ആളുകളാണ് ഈ കാരണം ലക്ഷക്കണക്കിന് രൂപ വാങ്ങി സുഖിക്കുന്നത് അല്ലേ. എത്രയോ കഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മളിതിൽ വന്നു, ഇതിൻ്റെ എല്ലാ അനുഭവങ്ങളും അനുഭവിച്ചതിന് ശേഷമാണ് നമുക്ക് യൂട്യൂബിനെ പറ്റിയിട്ട് അറിയുന്നതും. നമ്മളും വിചാരിക്കാറുണ്ട് ഇപ്പം 50,000 സബ്സ്ക്രൈബർ, 1,00,000 സബ്സ്ക്രൈബറൊക്കെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ആ വ്യക്തികൾ പറയുന്നത് കേൾക്കാം, ഞങ്ങൾക്ക് കാശ് ഇപ്പം കമൻ്റായിട്ട് ഒരുപാട് ആളുകൾ ചോദിക്കും അല്ലേ, നിങ്ങൾക്ക് എത്ര കാശ് കിട്ടുന്നത്, നിങ്ങൾക്ക് കാശ് കിട്ടുന്നുണ്ടെന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ ഒരുപാട് വീഡിയോസിൽ കേട്ടിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾക്ക് കാശ് കിട്ടാനും തുടങ്ങിയിട്ടില്ല, ഇങ്ങനെ തുടങ്ങിയിട്ടില്ല എന്നൊക്കെ പറയും. അത്യാവശ്യം വ്യൂസ് ഉണ്ടാകും, 1000 2000 വ്യൂസ് 10,000 ഒക്കെ ഉണ്ടാകും. പക്ഷേ അതുപോലെ സബ്സ്ക്രൈബേഴ്സും അത്യാവശ്യമാണ്. പക്ഷേ എന്നിട്ടും കാശ് കിട്ടിയിട്ടില്ല എന്നേ ഞാൻ കേൾക്കാറുള്ളൂ. അപ്പോൾ ഒരുപാട് പേര് പറയുന്നത് കേട്ടിട്ടുണ്ട് കേട്ടോ, ഞങ്ങൾക്ക് ക്യാഷ് കിട്ടാൻ തുടങ്ങിയിട്ടില്ല എന്നുള്ളത് കേട്ടോ. അപ്പം ഞാനും ചിന്തിക്കാറുണ്ട്, ഇത്രയ്ക്ക് വ്യൂസും ഇത്രയ്ക്ക് സബ്സ്ക്രൈബേഴ്സും ഉണ്ടായിട്ട് ഇതുവരെ ക്യാഷ് കിട്ടിയിട്ടില്ല എന്നുള്ളത് എനിക്കും ചിന്ത വന്നിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ആയിരിക്കും ഇവർക്കും. ഡെയിലി വീഡിയോ ചെയ്യുന്നുണ്ട്, അത്യാവശ്യം വ്യൂസ് ഉണ്ട്, കുറഞ്ഞ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്, എന്നിട്ട് ഇവർക്ക് 4-5 വർഷമായി എന്നിട്ട് പൈസ. അതെന്താ യൂട്യൂബിനെ പറ്റിയിട്ട് ഒരു ധാരണയില്ലാത്ത ആളുകളായതുകൊണ്ടാണ് ഇങ്ങനെ നമ്മളോട് സംസാരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇപ്പം അതിനെക്കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കിയാലും ആരും വിശ്വസിക്കുകയില്ല. അപ്പോൾ അതാ പറയുന്നത്. അപ്പോൾ ഒരാളുടെ കഷ്ടപ്പാടിൽ നിന്നാണ് ഒരാളുടെ വിജയം വരുന്നത്. ആ കഷ്ടപ്പാട് നേരിട്ട് അറിയണമെങ്കിൽ ആ ആൾ ആ വ്യക്തിയെ പോലെ കഷ്ടപ്പെടണം. എന്നിട്ട് വേണം ഇങ്ങനെ പറയാൻ, നീ പൈസ ഉണ്ടാക്കുക, നീ പൈസ. വെറുതെ ഇരുന്ന് പൈസ ഉണ്ടാക്കുന്ന പോലെയാണ് ഓരോരുത്തരുടെ വാക്കുകളും വർത്തമാനങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര സങ്കടം വരും കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരു ഡ്രസ്സിങ്ങിലോ അല്ലെങ്കിൽ ഒരു മേക്കപ്പിലോ ഒന്നിനും ഞാൻ ആക്റ്റീവല്ല, എനിക്കിഷ്ടമല്ല, ഞാൻ അങ്ങനെ വരാറുമില്ല, എനിക്കിഷ്ടമല്ല. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ പോലും ഞാൻ ചെയ്യുന്നില്ല. എനിക്ക് എൻ്റെ തോട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കെന്തെങ്കിലും കിട്ടണം, അതുപോലെ എൻ്റെ കാര്യങ്ങൾ കഴിയണം എന്നുള്ള ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇതിൽ ഫേമസ് ആയിട്ട് കുറേ ആളുകളുടെ ഇടയിൽ ഇങ്ങനെ നടക്കാനോ അങ്ങനെ ഒന്നും എനിക്ക് ആഗ്രഹിച്ചിട്ടില്ല. എനിക്ക് കുറച്ച് കാര്യങ്ങൾ കഴിയാനുണ്ട്, അതിന് വേണ്ടിയിട്ടാണ്. അപ്പം ഞാനൊരു ചാനൽ തുടങ്ങി. എൻ്റെ ഫസ്റ്റ് ചാനലിൽ ഞാൻ ആദ്യമായിട്ട് തന്നെ വ്ളോഗാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓൾറെഡി ഞാൻ പറഞ്ഞതാണ്. അതിലൊന്നും എനിക്കാവാൻ പറ്റിയിട്ടില്ല. കാരണം അന്ന് ഫേസും കാണിച്ചിട്ടില്ല. പിന്നെ ഫേസ് കാണിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒന്നുമല്ല. ഫേസ് ഇപ്പം നമ്മളെ ഫേസ് അത്രക്കും വലിയൊരു ഫേസൊന്നുമല്ല. എങ്കിലും അധികം ആൾക്കും ഒരു ജെന്യൂനിറ്റി ഉണ്ടാകാൻ വേണ്ടിയിട്ട് നമ്മൾ ഫേസൊക്കെ കാണിച്ച് പറയുകയാണെങ്കിൽ കുറച്ചും കൂടി ഒന്ന് ബെറ്റർ ആയിരിക്കും. അപ്പോൾ അന്നൊന്നും അങ്ങനെ ചെയ്തിട്ടില്ല. പക്ഷേ ആ വീഡിയോസൊക്കെ അവിടെ ഡള്ളായി കിടന്നു. പിന്നീട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ടോപ്പിക്കായ ഇംഗ്ലീഷിലേക്ക് വന്നപ്പോഴാണ് എനിക്കറിയാവുന്ന പോലെ ഞാൻ പ്രസൻറ്റ് ചെയ്തു. അത് അത്യാവശ്യം ആളുകളിലേക്ക് എത്തി, അത്യാവശ്യം ആളുകൾ അത് അക്സെപ്റ്റ് ചെയ്തു. അതുകൊണ്ട് മാത്രമാണ് ഇപ്പോഴും ഞാൻ പിടിച്ചു നിൽക്കുന്നത്. പിന്നെ ക്രിയേറ്റിവിറ്റി ഇല്ലാത്ത കുറച്ച് വീഡിയോസാണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് എനിക്ക് റീയൂസ്ഡ് വന്നു എന്നും പറഞ്ഞു അതിൽ നിന്നും ഞാൻ സർവൈവ് ചെയ്ത് ഇതുവരെ എത്തി. ഇപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ ഇതിലങ്ങനെ ആക്റ്റീവ് അല്ല കേട്ടോ. എപ്പോഴെങ്കിലും ഒരു ഷോർട്സിലും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വീഡിയോസ് ഇട്ടിട്ട് അങ്ങനെ കൊണ്ടുപോകുന്നതാണ്. എന്നാലും എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ചാനൽ യൂസ് ചെയ്യുകയാണ്. കാരണം എനിക്ക് അത്രക്കും വിഷമങ്ങൾ, അത്രക്കും ഞാൻ ഇങ്ങനെ കഷ്ടപ്പെടുന്നത് കണ്ടിട്ട് ഒരാൾ മാത്രം, എല്ലാവരും ഒന്നും പറയുന്നില്ല, ചില ആളുകൾക്കൊരു എന്താ പറയുക, നമ്മൾ എന്തിനാണ് ഇങ്ങനെ എത്രയോ കഷ്ടപ്പെട്ടിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളെ കഷ്ടപ്പാട് കണ്ടിട്ട് അവരെ കുത്തരുത്. അവർ കഷ്ടപ്പെട്ടിട്ടാണ് എന്ത് ജോലിയായാലും എടുത്തിട്ട് അവർ നേടുന്നത്. ഇപ്പോൾ ഒരു ഡോക്ടർ ആവുകയാണെങ്കിലും ഒരു എഞ്ചിനീയർ ആവുകയാണെങ്കിലും ഒരു വേറെ എന്തെങ്കിലും വർക്കിൽ ചെയ്യണം, ഏതൊരു ആളും ഉയർച്ചയിലെത്തുന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ ഒരുപാട് കഷ്ടപ്പാടുണ്ടാകും അല്ലേ.
ഇപ്പം യൂട്യൂബിൽ ഉള്ളവർക്ക് മാത്രമേ അറിയുള്ളൂ അതിൻ്റെ കഷ്ടപ്പാട് എന്താണെന്ന്. എല്ലാ ജോലിയേക്കാളും ഭയങ്കര എഫേർട്ട് എടുക്കുന്ന ഒരു ജോലിയാണ് ഈ ഒരു യൂട്യൂബ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ വന്നിട്ട് ആരും അവരെ കളിയാക്കാനോ പരിഹസിക്കാനോ ഒന്നിനും നിൽക്കണ്ട. ഈ പറയുന്ന എന്നെയും എനിക്ക് അങ്ങനെ ഒരു പ്രതിസന്ധി ഉണ്ടായിട്ടില്ല, പക്ഷേ പുറമേ നിന്നൊന്നും എനിക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല. പക്ഷേ എന്നാലും ഒരാളായാലും നമുക്കങ്ങനെ പറയുമ്പോൾ നമുക്കൊരു വിഷമമാണ്, താങ്ങാൻ കഴിയില്ല. കാരണം നമുക്ക് ഒരുപാട് പണം ഇങ്ങോട്ട് കോരിച്ചെരിയുന്നത് പോലൊക്കെയാണ് ഓരോരുത്തരെ സംസാരം കേൾക്കുന്നത്. എനിക്കിപ്പം രണ്ടാമത് റിയൂസ്ഡ് പോയി എൻ്റെ ചാനൽ മോണിറ്റൈസ്ഡ് ആയതിൻ്റെ ശേഷം എനിക്ക് 5 പൈസ കിട്ടിയിട്ടില്ല. അതിങ്ങനെ കയറിക്കൊണ്ടിരിക്കുന്നുള്ളൂ. അത് കയറുകയാണെങ്കിൽ തന്നെ $1 അല്ലെങ്കിൽ $1.5 അല്ലെങ്കിൽ ചില ദിവസം ഒരു അര പൈസ അങ്ങനെയൊക്കെയാണ് കയറുന്നത്. അറിയാമല്ലോ, യൂട്യൂബിൽ വന്നവർക്കറിയാം. അപ്പോൾ അതൊക്കെ ആയി വരണമെങ്കിൽ 3, 4, 5 മാസം കഴിയണം. പറയാൻ പറ്റില്ല. നമുക്ക് ചില സമയത്ത് നമ്മുടെ സമയം നന്നെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഒരു ദിവസം കൊണ്ട് തന്നെ നമ്മൾ വിചാരിച്ച കാര്യങ്ങളൊക്കെ നിറവേറും. അതാണ് യൂട്യൂബ് എന്ന് പറയുന്നത്. അതായിട്ടില്ല, അതാകുമ്പോഴല്ലേ. അപ്പം നമുക്ക് അതിനനുസരിച്ചാകാൻ ഒരുപാട് വേണമെന്നൊന്നും എനിക്ക് ആഗ്രഹമില്ല കേട്ടോ. എനിക്ക് എൻ്റെ ആവശ്യങ്ങൾ കഴിയണം, അത്രയേ ഉള്ളൂ. ഒരാളെ മുന്നിലും കൈ നീട്ടാൻ പോകാതെ നല്ല നിലക്ക് നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊണ്ടുവരാൻ അത്ര ആഗ്രഹമേ ഉള്ളൂ. അല്ലാതെ ഒരുപാടൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇനി പഠിച്ചം തന്നു കഴിഞ്ഞാൽ 2 കൈയും നീട്ടി സ്വീകരിക്കും, നല്ല പണവും ആകട്ടെ എന്നേ ആഗ്രഹിക്കുന്നുള്ളൂ. അപ്പം ഞാൻ പറയുന്നത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. ഒരാളെയും കുത്തി നോവിക്കാതിരിക്കുക. നിങ്ങൾക്കും ഇതുപോലെ ഈ ആളുകളുടെ പോലെ ഇങ്ങനെ പറയണം, യൂട്യൂബിൽ ഇറങ്ങി പ്രവർത്തിക്കണമെങ്കിൽ നിങ്ങളും പ്രവർത്തിച്ചോളൂ. അത്രയേ ഉള്ളൂ പറയാൻ. മറ്റുള്ളവരെ ക്രോശിക്കാതിരിക്കുക. അതുപോലെ അവർക്ക് ഈ യൂട്യൂബ് ഇറങ്ങിയെന്ന് വെച്ചിട്ട് ഇങ്ങോട്ട് പണം കൊയ്തെടുക്കൊന്നുമില്ല. അപ്പോൾ അതിങ്ങനെ ആയിക്കൊണ്ട് നിൽക്കണം, അതിൽ ആക്റ്റീവ് ആയിക്കൊണ്ട് നിൽക്കണം. എങ്കിൽ മാത്രം അതിൻ്റെ എല്ലാ റൂൾസും മനസ്സിലാക്കിയിട്ട് യൂട്യൂബിൽ ഇറങ്ങണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കണം. എന്നതിന് ശേഷമാണ് നമുക്ക് എന്തെങ്കിലും കിട്ടുള്ളൂ. അതും വേഗമൊന്നും കിട്ടൂല. അതിനൊരുപാട് ക്രൈറ്റീരിയാസ് ഉണ്ട്. അപ്പോൾ അത് കണ്ടിട്ട് നിങ്ങൾ അസൂയപ്പെടാതെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങളത് ചെയ്തിട്ട് നിങ്ങളും മുന്നേറുക. കഷ്ടപ്പെടാൻ കഴിയില്ല. സത്യം പറയുകയാണെങ്കിൽ ഞാനൊക്കെ കഷ്ടപ്പെടുന്നത് പോലെ ചിലപ്പം വേറൊരാൾ കഷ്ടപ്പെടാത്തവരല്ല കേട്ടോ. യൂട്യൂബിൽ ഒരുപാട് ആളുകൾ ഉണ്ട്, അവരൊക്കെ ഇപ്പോൾ കഷ്ടപ്പെടുന്നുണ്ട്. പക്ഷേ എന്നോട് പറയുന്ന ആളുകൾക്ക് കഷ്ടപ്പെടാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അവരൊക്കെ ഫുള്ളി റെസ്റ്റിലാണ്. അവർക്കൊക്കെ ഫുള്ളി റെസ്റ്റ് എടുക്കലും സംസാരങ്ങളും കാര്യങ്ങളും ഇതിനൊക്കെ പറ്റുള്ളൂ. പക്ഷെ ഇതുപോലെയുള്ള കാര്യങ്ങൾക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല. അപ്പം അങ്ങനെയുള്ള ഇപ്പം ഉറങ്ങുന്ന സമയത്ത് ഉറങ്ങാത്തവർക്ക് ഭയങ്കര പ്രശ്നമായിരിക്കും. അത് ഉറങ്ങി തന്നെ തീർക്കണം, അല്ലേ? അതുപോലെ തന്നെ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ ആ പോകുന്ന ആളുകൾക്ക് അത് ചെയ്തേ പറ്റുള്ളൂ. അല്ലാതെ നമ്മൾ ചില കാര്യങ്ങൾ, ചില സന്തോഷങ്ങൾ, ചില റെസ്റ്റുകളൊക്കെ മാറ്റി വെച്ചാൽ മാത്രമേ നമുക്ക് ഇതുപോലെയുള്ള കാര്യത്തിലൊക്കെ ആക്റ്റീവായി നിൽക്കാൻ പറ്റുള്ളൂ. അത് ഞാൻ എടുത്ത് പറയുകയാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ കുറച്ച് കാര്യങ്ങളും സന്തോഷങ്ങളും മാറ്റി വെച്ചിട്ട് നമ്മൾ എന്തെങ്കിലും ഒന്നാവാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് പ്രയത്നിക്കുക എന്നല്ലാതെ മറ്റുള്ളവർക്ക് കണ്ടിട്ട് ഇങ്ങനെ അവരെ കുത്താതിരിക്കുക. അവരവരടുത്ത് ചെയ്യട്ടെ എന്ന് വിചാരിച്ചാൽ പോരെ. എന്തിനാ ഇപ്പോൾ വേറൊരാളത് കണ്ടിട്ട് നമ്മൾ അസൂയപ്പെടുന്നത്? നിങ്ങൾക്ക് കഴിഞ്ഞ് നിങ്ങൾക്ക് റെസ്റ്റ് എടുക്കുന്ന സമയം നിങ്ങൾ എന്തെങ്കിലും ചെയ്യും. നിങ്ങളെ ജോലി ഒഴിവാക്കിയിട്ട് നിങ്ങൾ ചെയ്യേണ്ട. നിങ്ങൾക്ക് റെസ്റ്റ് എടുക്കുന്നൊരു ടൈം ഉണ്ടാവുമല്ലോ. ഉച്ചയ്ക്ക് ശേഷം ഉറക്കമുണ്ടാവും, അല്ലെങ്കിൽ രാവിലെ കുറച്ച് ഇരുത്തുണ്ടാവും. ആ സമയത്തൊക്കെ എന്തെങ്കിലും ഒരാലോചിച്ചിട്ട് നിങ്ങൾക്ക് യൂട്യൂബ് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ യൂട്യൂബിലേക്ക് വന്നു. ഒരു കാലം നിങ്ങൾക്കും വിജയം ഉണ്ടാകും. ഇങ്ങനെ ചിന്തിക്കാനല്ലാതെ ഒരാളെ കഷ്ടപ്പാട് കണ്ടിട്ടാണ് നിങ്ങൾ അസൂയപ്പെടുന്നത്. അതാണ് എനിക്ക് പറയാനുള്ളത്. അല്ലാതെ നിങ്ങളൊരാളെ അതായത് ഇപ്പോൾ ഒരാളെ സന്തോഷം കണ്ടിട്ട് കഷ്ടപ്പെടുന്നത് എന്ന് എനിക്ക് പറയാൻ ഒരിക്കലും ആഗ്രഹമില്ല. ആ സന്തോഷം അവർക്ക് കിട്ടിയിട്ടുള്ളത് അവരുടെ കഷ്ടപ്പാടിൽ നിന്നാണ്. അപ്പോൾ അവരുടെ കഷ്ടപ്പാട് കണ്ടിട്ടാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്, അവർ അസൂയപ്പെടുന്നത്. ഒരിക്കലും ചെയ്യരുതെന്ന് പറയാനുള്ളൂ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലായി, എത്രത്തോളം യൂസ്ഫുൾ ആയെന്ന് എനിക്കറിയില്ല. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. അതുപോലെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക കേട്ടോ. ഞാൻ എപ്പോഴെങ്കിലും ഇതിലൊരു വീഡിയോ നോട്ടിഫിക്കേഷൻ വരണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ നമ്മളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിക്ക് സഹകരിച്ച് പോവുക. പക്ഷേ യൂട്യൂബേഴ്സിന് എന്തായാലും ഇങ്ങനെ പറയില്ല. നമ്മൾ അടുത്തറിയുന്ന ആളുകളൊക്കെ ആണ്. എന്നാലും വിഷമം കൊണ്ട് അങ്ങനെ പറഞ്ഞേ ഉള്ളൂ. പക്ഷെ എനിക്കൊരു ബാഡ് കമൻസോ കാര്യങ്ങളോ ഒന്നും എനിക്ക് ഇതുവരെ ഇപ്പോൾ എൻ്റെ കയ്യിൽ 3 ചാനലുണ്ട്. 3 ചാനലിന് കാരണങ്ങളും ഉണ്ട് കേട്ടോ. 3 ചാനലും വലിയ ഫേമസ് ഒന്നുമല്ല. ഒരു ചാനൽ അത്യാവശ്യം
സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്, മോണിറ്റൈസ്ഡ് ആയിട്ടുണ്ട്. കുറേ കാലങ്ങൾ കഴിഞ്ഞൊരു ചാനലാണ്. രണ്ടാമത്തെ ചാനൽ യോജിച്ചിട്ട് എനിക്ക് ഓരോരോ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഓരോരുത്തർ ചോദിച്ചപ്പം മറ്റേതിൽ തന്നെ അപ്ലോഡ് ചെയ്യാൻ കഴിയാത്തതുകൊണ്ട് രണ്ടാമതൊന്ന് ചെറുതായിട്ട് തുടങ്ങി വെച്ചു എന്ന് മാത്രം. അതിൽ അത്യാവശ്യം സബ്സ്ക്രൈബേഴ്സ് വന്നിട്ടുണ്ട്, പക്ഷേ വ്യൂസ് വളരെ കുറവാണ്. പിന്നെ ഇത് ഞാനിങ്ങനെ ചെറുതായിട്ട് നമ്മുടെ ലൈഫിലുള്ള കാര്യങ്ങളൊക്കെ ഡിലീറ്റ് ആയി പോകണ്ടല്ലോ വെച്ചിട്ടൊന്ന് ചെയ്തതാണ്. അപ്പോൾ എൻ്റെ മോണിറ്റൈസേഷനൊക്കെ പോയ സമയത്ത് കാര്യങ്ങളൊക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിനൊന്ന് ആക്റ്റീവാക്കി എടുത്തു. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാനിതിൽ ഇടയ്ക്ക് പറയാറുണ്ട്. പിന്നെ എന്തെങ്കിലും വീട്ടിലുള്ള ചില വിശേഷങ്ങളൊക്കെ പറയാറുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ചാനൽ ഞാൻ കൊണ്ട് നടക്കുന്നത്. അപ്പം എല്ലാവരും സ്നേഹിക്കാനായിട്ട് ശ്രമിക്കുക. ഒരാളെ പേരിൽ അസൂയപ്പെട്ടിട്ടൊന്നും കിട്ടാനില്ല. ആ മനസ്സ് തകർന്നു പോവുകയുള്ളൂ. അതായത് അസൂയുള്ള മനസ്സ്, അസൂയും കുശുമ്പെന്ന് വെച്ചിട്ട് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ള ആന്തരിക അവയവങ്ങൾക്ക് കേടുപാടുണ്ടാകുന്നല്ലാതെ ആ പറയുന്ന ആളുകൾ ചിലപ്പം കൂടുതൽ ഉയരങ്ങളെത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങളാരും അങ്ങനെ തളർത്താതിരിക്കുക. നിങ്ങൾക്ക് കഴിയുമെങ്കിൽ നിങ്ങളും ഇതുപോലെ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോൾ ശരി, താങ്ക് യു സോ മച്ച്.